ഹായ്, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ SEO എന്താണ്, അതുപോലെ തന്നെ ടെക്നിക്കൽ SEO, അതുപോലെ ഓഫ് പേജ്, ഓൺ പേജ് SEO, ലോക്കൽ SEO എന്ന് പറഞ്ഞ പല SEOൻ്റെ ടൂൾസും പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ടോപ്പിക്സും ഒക്കെ പഠിച്ചു അല്ലേ. അപ്പോൾ SEO മൊത്തം നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർ ആദ്യം അത് കണ്ടുവരിക, എന്നിട്ട് ഇത് കണ്ടാൽ മതി. കാരണം എന്താ വെച്ചാൽ SEO എന്താണെന്ന് അറിയുമ്പോൾ തന്നെയാണ് പിന്നെ മറ്റുള്ള കാര്യങ്ങളും. ടോപ്പിക്ക് വേറെ തന്നെയാണ്, പക്ഷേ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു കാറ്റഗറൈസ് ചെയ്തിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അത് പഠിച്ചിട്ട് നിങ്ങൾ ഇത് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടി എന്ത് ചെയ്യും, പെട്ടെന്ന് മനസ്സിലാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ പറയാൻ പോകുന്ന ടോപ്പിക്സ് എന്ന് വെച്ചാൽ SEO കഴിഞ്ഞു. SEO നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ടോപ്പിക്ക് വെച്ചാൽ SEM ആണ്. SEM എന്ന് വെച്ചാൽ സെർച്ച് എഞ്ചിൻ മാർക്കറ്റിംഗ് ആണ് അല്ലേ. അതെ അതെ അതിലിപ്പോൾ നമ്മൾ എന്താണ്, എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പഠിപ്പിച്ചു തരും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, തുടങ്ങാം. ഇപ്പൊ സെർച്ച് എഞ്ചിൻ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ പഠിച്ചല്ലോ. അപ്പോൾ SEOയിൽ നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? SEOയിൽ നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഒരു വെബ്സൈറ്റിലേക്ക് ഓർഗാനിക് ആയിട്ട് എന്ത് വരണം, ട്രാഫിക് വേണം. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഏത് വരുന്നത്, സെർച്ച് എഞ്ചിൻ മാർക്കറ്റിംഗ് വരുന്നത്. ഇപ്പൊ നമ്മുടെ വെബ്സൈറ്റിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റ് സർവീസ് ഇതിനൊക്കെ ട്രാഫിക് നമ്മൾ വരുത്തുന്നത് എങ്ങനെ, പെയ്ഡ് ചെയ്തിട്ട് വരുത്തുന്ന ഒരു സംവിധാനമാണ് എന്ത്, ഈ സെർച്ച് എഞ്ചിൻ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഇപ്പൊ സെർച്ച് എഞ്ചിൻ എന്ന് പറയുമ്പോൾ അറിയാലോ നമുക്ക് ഏതാണ്, ഗൂഗിൾ ഉണ്ട്, ബിങ് ഉണ്ട്, അതേപോലെ യാഹു ഉണ്ട്, ഇതേപോലുള്ള സെർച്ച് എഞ്ചിൻസ് ഒരുപാട് ഉണ്ട്. അപ്പോൾ ഈ ഉള്ള സെർച്ച് എഞ്ചിൻസിലൊക്കെ നമ്മൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് പല ലിങ്കുകളും എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് റിസൾട്ടിൽ വരുന്നുണ്ട്. എങ്ങനെ ഇപ്പൊ നമ്മള് സംഭവം സെർച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, പല വെബ്സൈറ്റുകൾ റിസൾട്ടിൽ വരുന്നുണ്ട്. അപ്പൊ അതിൽ ചില വെബ്സൈറ്റുകൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും, എന്ത് ആ ലിങ്കിന്റെ മുകളിലായിട്ട് സ്പോൺസേർഡ് എന്നുള്ള ഒരു ഇതുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് ലിങ്കുകൾ നമുക്ക് കാണാൻ കഴിയും. അപ്പൊ ഇങ്ങനെ വരുന്ന ഈ ലിങ്കുകളൊക്കെ എന്താണ്, ഇതേപോലെ സെർച്ച് എഞ്ചിൻ മാർക്കറ്റിംഗ് ചെയ്തിട്ട് കാണിക്കുന്ന ലിങ്കുകളാണ്. ഓക്കെ. അപ്പോൾ അതുവഴിയുള്ള ഒരു ബെനിഫിറ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം കറക്റ്റ് ഓഡിയൻസ് വരും. അതായത് സെർച്ച് ചെയ്ത് വരുന്ന, നമ്മളെ തേടി വരുന്ന ഓഡിയൻസ് എന്ത് ചെയ്യും, നമുക്ക് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അതായത് ഇപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ ഗൂഗിളിൽ എന്തെങ്കിലും ഒരു സംഭവം സെർച്ച് ചെയ്യാണ്. ഇപ്പോൾ നിങ്ങൾ കോഡിങ് പഠിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുള്ള ആൾക്കാർ, അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കാൻ താല്പര്യമുള്ള ആൾക്കാരാണ്. അപ്പോൾ നിങ്ങൾ സെർച്ച് ചെയ്യുമ്പോൾ തന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സസ് എന്ന് പറഞ്ഞിട്ട് ലിസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ മൾട്ടിപ്പിൾ ഈ പറഞ്ഞ കോഴ്സിങ് ലിസ്റ്റ് ചെയ്യുന്ന ഇടയ്ക്ക് എന്തുണ്ടാവും, നിങ്ങൾ കോഡിങ്ങും കൂടി ചിലപ്പോൾ സെർച്ച് ചെയ്തിട്ടുണ്ടാവാം. അപ്പോൾ ആ ഡീറ്റെയിലും കൂടി ഇപ്പോൾ നിങ്ങൾ കറക്റ്റ് ഓഡിയൻസ് എന്നുള്ള രീതിയിൽ അവരെന്ത് ചെയ്യും, നിങ്ങൾക്ക് കാണിച്ചു തരും. ഒരു സ്പോൺസേർഡ് എന്ന് എഴുതിയിട്ട് അല്ലേ, സ്പോൺസേർഡ് എന്ന് എഴുതിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും, കാണിച്ചു തരും. ഒരു ആഡ് എന്നുള്ള രീതിയിലാണ് അത് വരിക. അത് എന്താ ചെയ്തിട്ടുണ്ടാവുക വെച്ചാൽ, അവർ കുറച്ച് പൈസ ഗൂഗിളിന് കൊടുത്തിട്ട് ഗൂഗിൾ എന്ത് ചെയ്യും, അത് ആ പൈസ എടുത്തിട്ട് ആ പൈസക്ക് വേണ്ടി അവരുടെ വെബ്സൈറ്റ് എന്ത് ചെയ്യും, ഒന്ന് ടോപ്പിൽ എത്തിക്കാൻ വേണ്ടി കറക്റ്റ് ഓഡിയൻസിനെ അവർ നോക്കിയിട്ട് എന്ത് ചെയ്യും, അവർ മുന്നിൽ എത്തിക്കും. ഇതിനെയാണ് എന്ത് ചെയ്യുന്നത് പറയുന്നത്, സെർച്ച് എഞ്ചിൻ മാർക്കറ്റിംഗ്. ഇത്രേ ഉള്ളൂ അല്ലേ. ഇതിനാണ് സെർച്ച് എഞ്ചിൻ മാർക്കറ്റിംഗ്. ഓക്കെ, ഇതിൽ എന്തൊക്കെയാണ് ഇനി വരുന്നത്? ഇതിലുള്ള ഒരു വലിയ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ നമുക്ക് പലതരത്തിലുള്ള മാർക്കറ്റിംഗ് നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. ഒരുപാട്, അതായത് ഇപ്പോൾ സെർച്ച് എഞ്ചിനിലേക്ക് സെർച്ച് ക്യാമ്പയിൻസും, അതേപോലെ വീഡിയോ ക്യാമ്പയിൻസ്, സ്മാർട്ട് ക്യാമ്പയിൻസ്, ഇങ്ങനെ ഒരുപാട് ക്യാമ്പയിൻസ് ഇതിൽ എന്തുണ്ട്, അവൈലബിൾ ആണ്. അതിൽ നമ്മുടെ ആവശ്യത്തിനുള്ള ക്യാമ്പയിൻസ് ഏതാണെന്നുള്ളത് എന്ത് ചെയ്യുക, നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക, അതിനനുസരിച്ച് ചെയ്യാം. ഇതിലുള്ള എല്ലാ ക്യാമ്പയിൻസും എങ്ങനെയാണ് റൺ ചെയ്യേണ്ടത്, എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യും നമ്മൾ കാണിക്കുന്നതായിരിക്കും. ഇനി വരും വീഡിയോസിൽ ഓരോ ക്യാമ്പയിനും ഓരോ വീഡിയോസ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കാണിക്കുന്നതായിരിക്കും. അപ്പം തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ വേറെയുള്ള മാർക്കറ്റിംഗ് രീതികളുണ്ട്. ഇപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് തന്നെ, സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ഉണ്ട്. അതിനൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് എന്താണ്, ഈ സെർച്ച് എഞ്ചിൻ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് കൂടുതൽ റിസൾട്ട് കിട്ടാൻ ചാൻസ് ഉള്ളതാണ്. ഇപ്പം നമ്മളൊരു സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗിൽ നമുക്കൊരു 100 ലീഡ് കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഇതിൽ ചിലപ്പോൾ ഒരു 10 ലീഡേ കിട്ടുള്ളൂ. പക്ഷെ ആ 10 ലീഡ് കൺവേർട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള ലീഡ്സ് ആയിരിക്കും. ഓക്കെ. അപ്പോൾ ഇത് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം എന്ത് ചെയ്യണം, നല്ല രീതിയിൽ ഇതിൻ്റെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട്. ഇതിൽ നമ്മൾ ഇപ്പം നമുക്കറിയാം മറ്റേ SEO പഠിച്ച സമയത്ത് നമ്മൾ നോക്കിയ ഒരു കാര്യമാണ് കീവേഡ് റിസർച്ച്. ഇപ്പോൾ ടൈറ്റിൽ ഡിസ്ക്രിപ്ഷനൊക്കെ നോക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നത്, കീവേഡ് റിസർച്ച് ചെയ്തിട്ട്
ഇപ്പോൾ ഒരു വർഷത്തിൻ്റെ കീവേഡ് എടുത്തിട്ട് അതേപോലെ നമ്മൾ 6 മാസത്തെ കീവേഡ് എടുത്തിട്ട് 3 മാസത്തെ കീവേഡ് എടുത്തിട്ട് ഇങ്ങനെയാണോ നമ്മൾ ആഡ് റൺ ചെയ്യാനായിട്ട് വേണ്ടത്. ഇപ്പോൾ കീവേഡ് റിസർച്ച് ചെയ്യുക എന്നുള്ളത് നമ്മുടെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതായത് ഗൂഗിൾ അനലിറ്റിക്സിൻ്റെയും സെർച്ച് കൺസോളിൻ്റെയും വീഡിയോയിൽ തന്നെ നമ്മൾ എന്ത് പറഞ്ഞിട്ടുണ്ട്, കീവേഡ് റിസർച്ചും കൂടെ നമ്മൾ ആഡ് ചെയ്തിട്ട് നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കാം എങ്ങനെയാണ് കീവേഡ് റിസർച്ച് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അതെല്ലാം നമ്മൾ എന്ത് വേണം ഇതിൽ ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട്. അതായത് കീവേഡ് റിസർച്ച് ചെയ്യണം. ഇപ്പോൾ ഹോട്ടൽസ് എന്നുള്ളതൊക്കെ നമ്മളൊന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എക്സാമ്പിളായിട്ട്. ഓക്കെ, അതെ നമ്മളിപ്പോൾ എല്ലാ വീഡിയോസിലും നമ്മൾ പറയുന്നുണ്ട് ഈ കീവേഡ്, ഇപ്പോൾ സെർച്ച് ചെയ്യുന്ന കീവേഡ്സ് എങ്ങനെയാണെന്നുള്ളതൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ആളുകൾക്ക് എന്താണ് ആവശ്യം, മാർക്കറ്റിന് എന്താണ് ആവശ്യം എന്ന് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ കീവേഡ് റിസർച്ച് ചെയ്യുന്നത്. അത് വെച്ചുകൊണ്ട് വേണം എന്ത് ചെയ്യാൻ, നമ്മൾ ഈ ചെയ്യുന്ന ക്യാമ്പയിന് ടൈറ്റിലാണെങ്കിലും ഡിസ്ക്രിപ്ഷൻ ആണെങ്കിലും എന്ത് ചെയ്യാം, ക്രിയേറ്റ് ചെയ്യാൻ. പിന്നെ അതേപോലെ തന്നെ ഇതിൽ നമുക്ക് എന്ത് വരുന്നുണ്ട്, കീവേഡ്സ് സെപ്പറേറ്റ് ആഡ് ചെയ്ത് കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ നമുക്ക് ഇതിൽ വരുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് പിന്നെ എങ്ങനെ ആളുകളെ ടാർഗറ്റ് ചെയ്യാൻ പറ്റുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സെർച്ച് എഞ്ചിൻ മാർക്കറ്റിങ്ങിലൂടെ ഒന്ന് ആളുകളുടെ സ്ഥലം ഏരിയ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടാർഗറ്റ് ചെയ്യാൻ പറ്റും ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം. പിന്നെ അതേപോലെ ആളുകളുടെ ബിഹേവിയർ വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ആളുകളെ ടാർഗറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് ഏത് ടൈമിൽ മാത്രം ആഡ് റൺ ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. കാരണം ഇതിന് ഒരുപാട് ഓപ്ഷൻസ് നമ്മുടെ മുന്നിലുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു മേഖലയിൽ ഒരുപാട് അവസരങ്ങളുണ്ട്. ഓക്കെ, അതെ. പിന്നെ ഇതിൽ തന്നെ നമ്മളെങ്ങനെയുണ്ട്, ഗൂഗിൾ ആഡ്സ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യാന്ന് ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് കാണിച്ചു തരാം. ഏതെല്ലാം രീതിയിലാണ് ഗൂഗിൾ ആഡ്സ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഗൂഗിൾ ആഡ്സിന് പിന്നെ നമുക്ക് പേയ്മെന്റ് രീതികൾ വരുന്നുണ്ട്. അതായത് ഇപ്പോൾ CPA അതേപോലെ CPM. ഈ ഗൂഗിൾ ആഡ്സ് പറഞ്ഞല്ലോ, ഈ ഗൂഗിൾ ആഡ്സ് പറയുമ്പോൾ അവർക്ക് ആദ്യം എന്താണെന്നറിയില്ല, അതെ. ഗൂഗിൾ ആഡ്സ് എന്ന് പറയുന്ന സമയത്ത് എന്താണ്, ഈ സെർച്ച് എഞ്ചിൻ മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഗൂഗിളിന്റെ തന്നെ ഒരു ടൂളാണ്. പണ്ട് ഗൂഗിൾ ആഡ്വേർഡ്സ് എന്നായിരുന്നു അതിന്റെ പേര്. ഇപ്പൊ ഗൂഗിൾ ആഡ്സ് എന്നാണ്, ഗൂഗിൾ ആഡ്വേർഡ്സ് എന്നാണ്. ഇപ്പൊ അതെന്താണ്, ഗൂഗിൾ ആഡ്സ് എന്നാണ് അതിന്റെ പേര്. അപ്പൊ ആ ഒരു ടൂൾ ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യേണ്ടത്, നമ്മൾ ഈ സെർച്ച് എഞ്ചിൻ മാർക്കറ്റിംഗ് ചെയ്യേണ്ടത്. അതിൽ തന്നെ ഉള്ള ഒരു ഫീച്ചറാണ് എന്ത്, കീവേഡ് റിസർച്ച് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതൊക്കെ എങ്ങനെയാന്നുള്ളത് എന്ത് ചെയ്യുക, നമ്മൾ നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തരാം. എങ്ങനെയാണ് ഒരു ഗൂഗിൾ ആഡ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ എന്ത് ചെയ്യുക, നമ്മൾ ഇപ്പൊ തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതായത് നമ്മൾ ആദ്യം പറഞ്ഞിരുന്നല്ലോ, അതായത് ഇപ്പോൾ എന്തെങ്കിലും സെർച്ച് ചെയ്യുന്ന സമയത്ത് സ്പോൺസർഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ലിങ്ക് വരും. ആ ലിങ്കിലാണ് നമ്മൾ സെർച്ച് ചെയ്തിട്ടുണ്ടാവില്ല, ചിലപ്പോൾ നമ്മൾ സെർച്ച് ചെയ്ത ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സസ് എന്നായിരിക്കാം. പക്ഷെ നിങ്ങൾ കോഡിങ് കൂടി നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ടാർഗറ്റ്, എന്ത് ചെയ്യും, നിങ്ങൾ ടാർഗറ്റ് ഓഡിയൻസ് ആയിരിക്കും അവർക്ക്. അപ്പോൾ എന്തെന്ന് വെച്ചാൽ ഇടയ്ക്ക് ഈ ഡിജിറ്റൽ മാർക്കറ്റിൻ്റെ ഇടയിൽ എന്തുണ്ടാവും, ഈ പറഞ്ഞ കോഡിങ് കോഴ്സസ് എന്ന് പറഞ്ഞിട്ട് സ്പോൺസർഡ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ടാവും ഇന്ന ആളാണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ അവിടെ ഈ സംഭവം ക്രിയേറ്റ് ചെയ്യുന്ന എവിടെയാണെന്ന് വെച്ചാൽ ഒരു ടൂളുണ്ട്, ഗൂഗിൾ ആഡ്സ് മറ്റൊരു ടൂളുണ്ട്. ആ ടൂളിലാണ് ഇങ്ങനെയും ക്രിയേറ്റ് ചെയ്ത് ഇടുന്നത്. അതായത് പേയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ അത് ചെയ്യും. ആ ചെയ്തതിന് ശേഷം അതാണ് നമുക്ക് കാണുന്നത്, അല്ലേ? അതെ. ഓക്കെ, അതിനാണ് ടൂൾസ്. അപ്പോൾ ആ ടൂൾസ് എങ്ങനെ ഉപയോഗിക്കുക എന്താന്നുള്ളത് കാര്യങ്ങളൊക്കെ ഇപ്പം നമുക്ക് പഠിക്കും. ഓക്കെ, തൊട്ട് മുമ്പ് വേറെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? അതായത് ഇപ്പോൾ അതിൻ്റെ പേയ്മെൻറ്റ് രീതി, ഇപ്പോൾ CPC അതേപോലെ CPM അതേപോലെ തന്നെ CPA എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഓരോ ക്ലിക്കിന് നമ്മൾ പൈസ കൊടുക്കും. അതായത് ഇപ്പോൾ ഒരാൾക്ക് നമ്മൾ ആഡ് റൺ ചെയ്യാണ്. ഓക്കെ, അപ്പോൾ എന്താണ്, നമ്മൾ അവരുടെ ആഡ് കാണുന്ന സമയത്ത് ആഡിൽ ക്ലിക്ക് ചെയ്യും. അപ്പോൾ ഈ മാർക്കറ്ററാണ് എന്ത് ചെയ്യുക, അതായത് ആഡ് റണ്ണ് ചെയ്യുന്ന ആളാണ് എന്ത് ചെയ്യുക, പേ ചെയ്യേണ്ടത് അതിന്റെ ഓണർ. അതെ. പിന്നെ അതേപോലെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇംപ്രഷന് നമ്മൾ പേയ്മെന്റ് ചെയ്യും. ഇംപ്രഷൻ എന്താ, അതായത് ഇംപ്രഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഗൂഗിളിൽ നമ്മുടെ ഒരു ആഡ് ഇത്ര ആളുകളുടെ മുന്നിലേക്ക് എത്തിച്ചു. അതായത് അങ്ങനെ വരുന്ന സമയത്ത് 1000 പേരെ കാണിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, നമ്മുടെ കയ്യിൽ നിന്ന് ഒരു എമൗണ്ട് എന്ത് ചെയ്യണം, ഗൂഗിളിന് പേ ചെയ്യണം. ഇങ്ങനെ ഈ ഒരു രീതിയിലേക്കാണ് എന്താണ് ഇതിന്റെ ഒരു രീതിയിൽ. ഒന്നോ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, നമുക്ക് കാണാൻ പറ്റും, അതായത് പൈസ പോകും. നമ്മൾ പേയ്മെന്റ് എത്രയാണ് ചെയ്ത് അതിനനുസരിച്ച് പോകും. ഓരോ ക്ലിക്കിന് ആരൊക്കെ ക്ലിക്ക് ചെയ്തു അപ്പോൾ ആ പേയ്മെന്റ് പോകും. പിന്നെ എന്നുള്ളത് ഗൂഗിൾ ആഡ്സ് ആർക്കൊക്കെ എത്തുന്നോ, ആരൊക്കെ കാണുന്നോ, ആ കാണുന്ന 1000 ഇംപ്രഷൻ ആരെ കാണിച്ചു
അത്രയും പേർക്കുള്ളത്. ഓക്കെ, അപ്പോൾ CPC എന്ന് വെച്ചാൽ എന്താ മനസ്സിലാക്കാന്ന് വെച്ചാൽ അതൊരു പേയ്മെന്റ് ആണ്, അതായത് കോസ്റ്റ് പെർ ക്ലിക്കാണ്. ഒരു ക്ലിക്കിനാണ് അവരെന്ത് ചെയ്യുന്നത്, കോസ്റ്റ് എത്രയാണോ ആ കാര്യങ്ങൾ എടുക്കുന്നത്. പിന്നെ വരുന്നതാണ് എന്ത് CPM എന്ന് വെച്ചാൽ കോസ്റ്റ് പെർ മെയിൽ എന്നാണ്. അതായത് എത്ര ഒരു 1000 ഇംപ്രഷൻ വരുമ്പോൾ പേയ്മെന്റ് ആണ്. അതായത് എത്ര ആൾക്കാർക്ക് എത്തിച്ചു കൊടുക്കുന്നു അതിനനുസരിച്ചുള്ള പേയ്മെന്റ്. ഇപ്പൊ 1000 പേർക്ക് എത്തിച്ചു കൊടുത്താൽ ഇന്ന അമൗണ്ട് എന്നുള്ള രീതിയിലാണ് അവരെന്ത് ചെയ്യുന്നത്, ആഡ് ചെയ്യുന്നത്. പിന്നെ അതിൽ വരുന്ന പേയ്മെന്റ് ഏതാ? പിന്നെ വരുന്നത് CPA, അതായത് ഒരു ആക്ഷൻ എടുക്കൂലേ. ആക്ഷൻ വെച്ചാൽ അതായത് ഇപ്പോൾ ലിങ്കിൽ നിന്ന് ക്ലിക്ക് ചെയ്ത് ഉള്ളിൽ കയറി പോവാം, അതൊരു ആക്ഷനാണ്. അപ്പൊ അങ്ങനെയുള്ള ആക്ഷന് കൊടുക്കുന്ന എമൗണ്ട് ആണ് എന്ത് CPA. CPCയും CPA തമ്മിൽ വ്യത്യാസം അത് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഒരു ലിങ്കിൽ കയറി ഒരു ആക്ഷൻ എടുത്ത് അവിടെ കൺഫർമേഷൻ നടന്നിട്ടുണ്ടെന്നാണ് ഇത് CPA എന്ന് പറയുന്നത്. മറ്റേ ക്ലിക്ക് ചെയ്താൽ പോകുന്ന പൈസയാണ്, വെറുതെ ക്ലിക്ക് ചെയ്താൽ പോകുന്ന പൈസയാണ്. പക്ഷെ ഇതിനെക്കുറിച്ചൊക്കെ എന്ത് ചെയ്യണോ, ഇത് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ക്യാമ്പയിൻ ഏതൊക്കെയാണോ കറക്റ്റ് വേണ്ടത് അതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, സെറ്റ് ചെയ്ത് കൊടുക്കാം. അതിനുള്ള ഓപ്ഷനൊക്കെ എന്തുണ്ട് നമ്മുടെ ഗൂഗിൾ ആഡ്സിൽ തന്നെ. അതായത് ഈ എപ്പോഴും എന്ത് ചെയ്യണം, നമ്മൾ ഈ ക്ലിക്ക് ചെയ്യുന്ന എമൗണ്ട് എന്ത് ചെയ്യണം, നമ്മൾ ഫിക്സ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഒരു ക്ലിക്കിന് ഇത്ര രൂപയാണ്. ഇപ്പോൾ ഒരു ക്ലിക്കിന് 1 രൂപ എന്നുണ്ടെങ്കിൽ നമ്മൾ 1 രൂപ എന്ത് ചെയ്യണം, അതിൽ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഗൂഗിൾ ആഡ്സ്. നമുക്ക് തന്നെ സെറ്റ് ചെയ്യാം. എത്ര ഒരു ക്ലിക്കിന് ഇത്ര പോയാൽ മതി നമുക്ക് തന്നെ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് നമ്മളെ ഐഡിയക്ക് നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, സെറ്റ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അത് നല്ല നമ്മൾ തന്നെ സെറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ ഇപ്പോൾ അതിപ്പോൾ അവർക്ക് എന്താ ലാഭം? മീൻസ് ഞാൻ ഫോർ എക്സാമ്പിൾ, അതായത് ഇപ്പൊ നമ്മൾ സെറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഗൂഗിളിന്റെ ഇഷ്ടത്തിനനുസരിച്ച് പൈസ വലിക്കും. അപ്പൊ നമ്മളൊരു ക്ലിക്കിന് ഇങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു എമൗണ്ടിന് ഉള്ളത് നമുക്ക് എന്ത് വരുള്ളൂ, ആ ഒരു എമൗണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് പോവുള്ളൂ. ഒരു ക്ലിക്കിന് ഇത്ര രൂപ എന്നുണ്ടെങ്കിൽ ആ ഒരു എമൗണ്ട് മാത്രമാണ് ക്ലിക്കിന് പോവുള്ളൂ. അതില്ലാതെ ചെയ്യാന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഒപ്റ്റിമൈസ് ചെയ്തിട്ട് വേണം എന്ത് ഗൂഗിൾ ആഡ്സ് ചെയ്യാൻ. ഫോർ എക്സാമ്പിൾ ഒരു ക്ലിക്കിന് ഞാൻ വെറും ഒരു 5 രൂപ എടുക്കണം എന്ന് പറഞ്ഞു. ചില ക്ലിക്കിൽ എനിക്ക് വേറൊരു വെബ്സൈറ്റ് ഉണ്ട്, അത് ഞാൻ ഒരു രൂപ എടുത്താൽ മതി ഒരു ക്ലിക്ക് എന്ന് പറഞ്ഞു. ഇത് രണ്ടിലും എന്താ ഉപകാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന് കിട്ടുന്ന റിസൾട്ട് ഉണ്ടല്ലോ, രണ്ടിന്റെ റിസൾട്ട് ഉണ്ടല്ലോ വ്യത്യാസം ഉണ്ടാവും. അതായത് ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ നമ്മള് ഇത് കൊടുത്തില്ല, CPC നമ്മൾ കൊടുക്കാതെ നമ്മളൊരു ആഡ് റൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഓരോ ക്ലിക്കിനും ചിലപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് അധികം എമൗണ്ട് വെച്ച് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഓട്ടോമാറ്റിക് ഈ ക്യാമ്പയിൻ ചെയ്യുന്ന ആളുകൾക്ക് എന്തായിരിക്കും, റിസൾട്ട് കുറവും ക്യാഷ് കൂടുതലായിരിക്കും. ആ ഒരു സംഭവത്തെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതേപോലുള്ള ഇതുള്ളത്, സംവിധാനങ്ങൾ ഇത് ഗൂഗിൾ ആഡ്സിൽ ഉള്ളത്. ഇതെന്ത് ചെയ്യണം, ഇത് ആഡ് റൺ ചെയ്യാൻ ഇറങ്ങുന്ന ആള് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യണം, മനസ്സിലാക്കിയിട്ട് വേണം ഇത് ചെയ്യാൻ. നമ്മുടെ വീഡിയോയിൽ പറയുന്നുണ്ടല്ലോ, വീഡിയോയിൽ നമ്മൾ കാണിച്ചു തരുന്നുണ്ട് എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളത്. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പോൾ ഗൂഗിൾ ആഡ്സ് നമുക്കൊന്ന് എങ്ങനെയാണ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാന്നുള്ളത് നമുക്ക് നോക്കി നോക്കാം. ഓക്കെ, അപ്പോൾ അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഗൂഗിളിലോട്ട് വരിക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഗൂഗിൾ ആഡ്സ് എന്ത് ചെയ്യുക, ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ഫസ്റ്റ് വരുന്ന റിസൾട്ട് എടുക്കുക, അതിൽ ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സ്റ്റാർട്ട് നൗ സൈൻ ഇൻ ഉണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ സൈൻ ഇന് കൊടുക്കുക. സൈൻ ഇൻ കൊടുത്തു കഴിഞ്ഞാൽ എന്താണ്, ന്യൂ ഗൂഗിൾ ആഡ്സ് അക്കൗണ്ട്, അതേപോലെ തന്നെ സ്വിച്ച് ഗൂഗിൾ ആഡ് അക്കൗണ്ട്. നമുക്ക് ന്യൂ ഗൂഗിൾ ആഡ് അക്കൗണ്ട് എന്ത് ചെയ്യുക, ക്രിയേറ്റ് ചെയ്യുക. ഓൾറെഡി നമ്മൾ ഇല്ലാത്ത ആൾക്കാരുടെ കേസാണ്. ഓൾറെഡി എന്ത് ചെയ്തിട്ടില്ല, നിങ്ങൾ ഗൂഗിൾ ആഡ്സ് ക്രിയേറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യാം. ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത ആൾക്കാരാണെങ്കിൽ നേരെ നിങ്ങൾക്ക് കാണാൻ പറ്റും നിങ്ങളെ പെർഫോമൻസ് എത്രയാണ് എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ ഗൂഗിൾ ആഡ്സിന് സെർച്ച് ചെയ്യുമ്പോൾ തന്നെ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്യുക, ക്രിയേറ്റ് അക്കൗണ്ട് എന്നുള്ളത് കൊടുക്കുക. ഇവിടെ എന്ത് ചെയ്യണേ, നമ്മുടെ ബിസിനസ് നെയിം കൊടുക്കുക. ഇവിടെ നമുക്ക് ഓൾറെഡി വന്നിട്ടുണ്ട്, നമ്മളിതിന് മുന്നേ ഇതിൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏത് ഗൂഗിൾ മൈ ബിസിനസ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഡാറ്റ വെച്ചിട്ടാണ് ഇത് വരുന്നത്. പിന്നെ അതേപോലെ തന്നെ എന്താണ്, നമ്മുടെ വെബ്സൈറ്റ് ഇവിടെ കൊടുക്കുക. പിന്നെ യുവർ ബിസിനസ് പ്രൊഫൈൽ പേജ് എന്നുള്ളത് കൊടുക്കുക. അത് ഏതാണെന്ന് മനസ്സിലായി നമുക്ക്, അത് ഗൂഗിൾ മൈ ബിസിനസിന്റെ ആണ് ഈ പറയുന്നത്. ഗൂഗിൾ മൈ ബിസിനസ് നമ്മൾ ഇന്നലെ ചെയ്തു, കഴിഞ്ഞ വീഡിയോ നമ്മൾ ഗൂഗിൾ മൈ ബിസിനസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാം, കാരണം അതിൽ കൊടുത്ത ഡീറ്റെയിൽസ് ആണ് ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നത്
ക്ലിക്ക് ചെയ്യാൻ പറയുന്നത്. അപ്പോൾ അതിന് എന്ത് ചെയ്യാം? ഇത് ചോദിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ അടുത്ത് ഒരു ക്യാമ്പയിൻ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഗൂഗിൾ ആഡ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരം ഡീറ്റെയിൽ ചോദിക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഓൾറെഡി ഗൂഗിളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ക്യാമ്പയിൻ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആഡ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തെടുക്കാം. പിന്നെ അതല്ല എന്നുണ്ടെങ്കിൽ താഴത്തെ നമുക്ക് ഓപ്ഷൻ ഉണ്ട്, ക്രിയേറ്റ് ആൻ അക്കൗണ്ട് വിത്തൗട്ട് ക്യാമ്പയിൻ. അപ്പോൾ എന്ത് ചെയ്യാം, അത് ചൂസ് ചെയ്യാം. അത് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ക്യാമ്പയിൻ ക്രിയേറ്റ് ചെയ്യാതെ ജസ്റ്റ് അക്കൗണ്ട് മാത്രം എന്ത് ചെയ്യാൻ പറ്റും, ക്രിയേറ്റ് ചെയ്ത് എടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യാം, നമ്മുടെ ബില്ലിങ്ങിൻ്റെ ഇതാണ് വരുന്നത്. അപ്പോൾ ബില്ലിംഗ് കൺട്രി നമ്മൾ ഏത് കൺട്രിയിൽ നിന്നാണ് നമ്മൾ ചെയ്യുന്നത് അത്. പിന്നെ നമ്മൾ ഈ ടൈം കാര്യങ്ങളൊക്കെ എപ്പോഴും എന്ത് ചെയ്യണം, കൃത്യമായിട്ട് തന്നെ കൊടുക്കണം. അത് തെറ്റിച്ച് കൊടുക്കാതിരിക്കുക മാക്സിമം. ഓക്കെ, ഇത് നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റൂലേ? പിന്നെ എഡിറ്റ് ചെയ്യുമ്പോൾ ചില ഇഷ്യൂസ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഈ അക്കൗണ്ടിന് സസ്പെൻഷൻ അങ്ങനെയുള്ള ഇഷ്യൂസ് വരാനുള്ള ചാൻസ് ഉണ്ടാവും എഡിറ്റ് ചെയ്യുമ്പോഴും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുക, മാക്സിമം നല്ല വൃത്തിയായിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്യുക. എല്ലാ കാര്യങ്ങളും കൊടുക്കുന്ന ഡീറ്റെയിൽസ് എല്ലാം പ്രോപ്പറായിട്ടുള്ള വേണം കൊടുക്കാൻ. നമുക്ക് ഈ ടൈം മാറ്റണം. ഇപ്പൊ ഞാൻ എന്നും ഈവനിങ് 5 മണി എന്നുള്ളത് അല്ല ഇത് ഈവനിങ് 5 മണി എന്നല്ല, ഇത് ഇന്ത്യൻ്റെ ഒരു കോമൺ ടൈമാണിത്. ഓ അങ്ങനെ ഇന്ത്യൻ ടൈം ആ ടൈമാണിത്. ഓക്കെ, നിങ്ങൾ ഉദ്ദേശിച്ചത് അത് ഓക്കെ, അത് വേറെ. ഇത് നമ്മൾ ക്യാമ്പയിൻ റൺ ചെയ്യല്ല, ഇത് അക്കൗണ്ടാണ്. ഈ അക്കൗണ്ട് ഉണ്ടാക്കിയത് ഇതിന്റെ ഉള്ളിലാണ് ഈ പറഞ്ഞ ക്യാമ്പയിൻസ് എന്ത് ചെയ്യാം. ഇന്ത്യൻ ടൈം കൊടുക്കുക. അവരെ കൺട്രി ഏതാണോ ആ കൺട്രി, അവരുടെ നിങ്ങളെ കൺട്രി ഏതാണോ അത് എന്ത് ചെയ്യാം, അത് കൊടുക്കാം. ഓക്കെ, പിന്നെ ഇവിടെ നമുക്ക് ഇവിടെ കാണിക്കും 20,000 റുപ്യ കിട്ടുന്നുണ്ട്. 20,000 റുപ്യ നമ്മൾ ഗൂഗിൾ ആഡ്സിൽ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ 20,000 റുപ്യ നമുക്ക് ഗൂഗിളിൽ തരുമെന്നാണ് ഈ പറയുന്നത് കേട്ടോ. അത് നമ്മളെ ആഡ് റൺ ചെയ്യാൻ വേണ്ടി 20,000 സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അക്കൗണ്ടിൽ നിന്ന് പിന്നെ 20,000 റുപ്യക്ക് നമുക്ക് ആഡ് റൺ ചെയ്യാം. എക്സ്ട്രാ ആഡ് ചെയ്യാം. ആദ്യം ക്രിയേറ്റ് ചെയ്യുമ്പോൾ 20,000 റുപ്യ നമ്മൾ ആഡ് കൊടുക്കുകയാണെങ്കിൽ പിന്നെ 20,000 റുപ്യക്ക് ഫ്രീ ആണ്. ഓ നല്ല, അത് വലിയ ബിസിനസ് ഉള്ള ആൾക്കാർക്കൊക്കെ ഉപകാരം കേട്ടോ. അതെ അല്ലേ, പക്ഷെ അത് നമുക്ക് ആവശ്യമില്ല. ആവശ്യമുള്ളവർക്ക് അത് അത്രയും എമൗണ്ട് ഇട്ടിട്ട് നമ്മൾ ആഡ് റൺ ചെയ്യുന്നവർക്ക് എന്ത് ചെയ്യാം, ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ചെയ്യാം. അതെ, കാരണം എന്താന്ന് വെച്ചാൽ ചില ആൾക്കാരൊക്കെ വിചാരിക്കും ഈ ആഡ് റൺ ചെയ്യണമെങ്കിൽ ഇത്ര പൈസ കൊടുക്കണം. ചില സമയത്ത് നമ്മൾ ഈ ആഡ് റൺ ചെയ്യുമ്പോൾ പല ആൾക്കാരും കേട്ടിട്ടുണ്ടാവും. ഇപ്പം നല്ല ബിസിനസ് ഓണേഴ്സ് ആയിരിക്കാം, പക്ഷേ ഈ ഡിജിറ്റൽ മാർക്കറ്റിനെ കുറിച്ച്, SEO കുറിച്ചും SEM കുറിച്ചൊന്നും അറിയാത്ത കുറേ ഓണേഴ്സ് ഉണ്ട്. അപ്പോൾ അവരെന്തെന്ന് വെച്ചാൽ നിങ്ങൾ ഒരു 500 റുപ്യ സ്പെൻഡ് ചെയ്താൽ നിങ്ങൾക്ക് ഇത്രയും ആഡ് റൺ ചെയ്ത് നിങ്ങളെ ടാർഗറ്റ് ഓഡിയൻസിലേക്ക് എത്തിക്കാന്ന് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവുന്നേ ഇല്ല. പറഞ്ഞാലും എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. കാരണം എന്താ വെച്ചാൽ അവർക്ക് ഇതിനെക്കുറിച്ച് അറിയില്ല. അയ്യോ നമ്മൾ സ്പെൻഡ് ചെയ്യണോ, അവരൊക്കെ ഇങ്ങനെ ചിലപ്പോൾ ഇങ്ങനെ പറയാം, നമ്മൾ ആദ്യം റിസൾട്ട് കാണട്ടെ പിന്നെ പൈസ സെൻഡ് ചെയ്യാന്നുള്ള പല ആൾക്കാരും പറയും അല്ലേ. ഞാൻ ഇഷ്ടമല്ല ആൾക്കാർ പറയാൻ ഉണ്ട്. ആദ്യം എന്താ പറയാ, റിസൾട്ട് വന്നിട്ട് പേയ്മെന്റ് ചെയ്യാ, അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട് പൈസ ഇറക്കുക എന്നൊക്കെ പറയുന്ന പല ആൾക്കാരെയും നമുക്കറിയാം അല്ലേ. അതെ, അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യാതിരിക്കുക. കാരണം എന്താ വെച്ചാൽ അവർക്ക് ഇതിനെ കുറിച്ച് ഒരു ടോപ്പിനെ കുറിച്ച് അറിയാത്തത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ബിസിനസ് ഓണേഴ്സ് എന്താ വെച്ചാൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ അതാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണ്ട, പൈസ കൊടുക്കാൻ മടിക്കരുത്. കാരണം വെച്ചാൽ അതിനുള്ള റിസൾട്ട് എന്ത് ചെയ്യും നിങ്ങൾക്ക് കാണും. അതുകൊണ്ടാണ് പറയുന്നത് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ നിങ്ങൾ മടിക്കണ്ട. പൈസ ഇൻവെസ്റ്റ് ചെയ്യണം, അത് ഉപകാരമുള്ള കാര്യത്തിൽ മാത്രമായിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ സ്പെൻഡ് ചെയ്താൽ നിങ്ങളുടെ സമയവും അതുപോലെ തന്നെ നിങ്ങളുടെ പൈസയും ലാഭമാണ് ശരിക്കും. കാരണം നിങ്ങൾ ഒരു പൈസ കൊടുത്ത് വേറെ ഒരു എംപ്ലോയിനെ ഹയർ ചെയ്യുന്നതിനേക്കാളും കുറച്ച് പൈസ ചിലവാക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഡിജിറ്റൽ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിനുള്ള പൈസയും റിസൾട്ടും നിങ്ങൾക്ക് തിരിച്ച് കിട്ടുന്നതാണ് അല്ലേ. അതെ, അപ്പോൾ അതാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പോഴുള്ള ഗൂഗിൾ ആഡ്സ് നോക്കാം എന്താ ചെയ്യാന്നുള്ളത്. നമ്മളിവിടെ എന്ത് ചെയ്യാം, പേയ്മെന്റിന് വേണ്ടിയിട്ട് നമ്മുടെ കാർഡ് ഡീറ്റെയിൽസോ അല്ലെങ്കിൽ എന്തുണ്ട്, നമുക്ക് നെറ്റ് ബാങ്കിങ് ഉണ്ട്, അതേപോലെ തന്നെ എന്തുണ്ട്, ബാങ്ക് ട്രാൻസ്ഫർ ഉണ്ട്. ബാങ്ക് ട്രാൻസ്ഫർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഇതിനൊരു ബാങ്കിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടും. അതിലേക്ക് പൈസ മണി ട്രാൻസ്ഫർ ചെയ്താൽ മതി. 7 ദിവസം കൊണ്ടാണ് നമ്മുടെ അക്കൗണ്ടിലേക്ക് പൈസ കയറുള്ളൂ. ഓക്കെ ഓക്കെ, അപ്പോൾ മാക്സിമം കാർഡ് വെച്ചിട്ട് തന്നെ എന്ത് ചെയ്യാം, പേയ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം. ഓക്കെ, പിന്നെ ഇതിവിടെ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കൊടുക്കുക. സബ്മിറ്റ് കൊടുത്താൽ അക്കൗണ്ട് നമ്മൾ ഓപ്പൺ ആയി വരും. അക്കൗണ്ട് ഏത് രീതിക്ക് ഓപ്പൺ ആയി വരിക എന്നുള്ളത് ജസ്റ്റ് ഞാൻ കാണിച്ചത്. ഇപ്പോൾ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്താ കാർഡ് പേയ്മെൻറ്റ് ആഡ് ചെയ്യണം. ആ പേയ്മെൻറ്റിൻ്റെ കാർഡ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പൈസ പോകും. ഇല്ല, പൈസ പോകില്ല. അതായത് അവർ ആഡ് റൺ ചെയ്യുന്നതനുസരിച്ചിട്ട്. അതെ, അത് നമ്മൾ ഇട്ടാൽ മാത്രമാണ് പോവുള്ളൂ. ഇപ്പം നിങ്ങൾ ഫണ്ട് ആഡ് ചെയ്യുന്നൊന്നും വേണ്ട, ജസ്റ്റ് പഠിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ മതി. ഇപ്പം നമ്മൾ ഇതിട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഏത് രീതിക്കാണ് വരിക എന്നുള്ളതൊന്ന് കാണിച്ചു തരാം. ഈ ഒരു രീതിയിലേക്കാണ് എന്ത് ചെയ്യുക, അക്കൗണ്ട് വരിക. ഇത് നമ്മൾ യൂസ് ചെയ്യുന്ന അക്കൗണ്ടാണ്. ഈ ഒരു ഇതിലേക്ക് എന്ത് വരും,
നമ്മുടെ ഗൂഗിൾ ആഡ് അക്കൗണ്ട് ആയിട്ട് വരും. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സബ്മിറ്റ് ചെയ്ത് കാർഡൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡാഷ്ബോർഡാണ് കാണുന്നത്. അത് ഈ ഡാഷ്ബോർഡാണ് കാണുന്നത്. മനസ്സിലാക്കുക. എന്ത് ചെയ്യുക, അതേപോലെ നോക്കിയിട്ട് നിങ്ങൾ ചെയ്യാം. അപ്പോൾ ഈ കാണുന്ന ഡാഷ്ബോർഡാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത്, ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് കാർഡ് പേയ്മെൻറ്റ് കാർഡൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡീറ്റെയിൽസ് ആണ് വരുന്നത്. കാർഡ് ആഡ് ചെയ്യാന്ന് വെച്ച് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാർഡ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ ബാങ്കിൽ നിന്ന് പൈസ പോവുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും സംഭവിക്കില്ല. നിങ്ങൾ എന്ത് ചെയ്താൽ മതി, നമ്മുടെ വീഡിയോ കണ്ടിട്ട് എങ്ങനെ ആഡ് റൺ ചെയ്യണോ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് പൈസ മാത്രമാണ് നിങ്ങൾ ആഡ് ചെയ്ത് കൊടുത്താൽ മാത്രം എന്ത് ചെയ്യുള്ളൂ, നിങ്ങളെ പൈസ പോകുള്ളൂ. അത് നിങ്ങൾ മനസ്സിലാക്കുക അല്ലേ? അതെ. ഓക്കെ. ഇനി നമുക്കൊരു ആഡ് എങ്ങനെ റൺ ചെയ്യാന്നുള്ളത് പറഞ്ഞു കൊടുക്കാം അല്ലേ? ആഡ് റൺ ചെയ്യാന്നുള്ള നമുക്ക് അടുത്ത വീഡിയോയിൽ അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയണതാണ്. ഇതിപ്പോൾ ടൈം ഇത്രയായി, ഏകദേശം ഒരു അരമണിക്കൂർ ആവാനായിട്ടുണ്ട്. അപ്പം എന്ത് ചെയ്യുക, അത് ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ ഓരോ ഓപ്ഷൻസും അത് എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നു, എങ്ങനെയാണ് ഒരു ആഡ് റൺ ചെയ്യേണ്ടതെന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യാം കാണിക്കാനായിട്ട്. ഈ ക്ലിക്സ് ഇംപ്രഷൻ അതൊക്കെ എന്ത് ചെയ്യും നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതാണ് അത് ഇതിൽ കാണിച്ചു കൊടുക്കാൻ, ഇതിൽ കാണിച്ചു തരും. ഇതിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത സമയത്ത് എല്ലാം കാണിച്ചു തരും. കാണിച്ചു തരുന്നതാണ്. അപ്പോൾ എന്ത് ചെയ്യുക, നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ പറഞ്ഞ കാര്യം മറക്കണ്ട. അങ്ങനെ എന്തുണ്ടെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന് ഒരു വാല്യൂ ഉണ്ട്. ചിലപ്പോൾ ഇപ്പോൾ എന്ത് ചെയ്യുന്നില്ല, ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ ഒന്ന് പോപ്പുലറായി വരുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ വാല്യൂ ആർക്കും പലർക്കും മനസ്സിലാവില്ല. പണ്ട് നമ്മൾ പറഞ്ഞല്ലോ, കമ്പ്യൂട്ടർ വരുമ്പോൾ ആ കമ്പ്യൂട്ടർ എന്താണെന്നുള്ളത് ആൾക്കാർക്ക് മനസ്സിലായി കിട്ടാൻ വേണ്ടി എന്താണ് പ്രയാസമായി. പക്ഷെ ഇപ്പോൾ എല്ലാവരുടെ കയ്യിലും എന്തുണ്ട്, കമ്പ്യൂട്ടർ ഉണ്ട്. അതേപോലെയാണ് ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് വെച്ചാൽ പല കോളേജിലും ഇപ്പോൾ സിലബസായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഡിസ്കഷൻ ഇങ്ങനെ കാര്യങ്ങൾ പോകുന്നു. അപ്പോൾ എന്താ വെച്ചാൽ സിലബസായി മാറും, ഉറപ്പാണ്. അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യുക, മിസ് ചെയ്യേണ്ട. ഡിജിറ്റൽ മാർക്കറ്റിംഗ് വലിയൊരു ഒരു പാർട്ട് തന്നെയാണ്. അതെ, ബിസിനസ്സിന് ഒരു പാർട്ട് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അതും കൂടി നോക്കുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഗൂഗിൾ ആഡ്സ് ആയിട്ട്. എന്നാൽ കീപ്പ് വാച്ചിങ്.